കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെറുതും വലുതുമായ ഒത്തിരി പ്ലാന്റുകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് മെഡിനില്ല മിനിയേച്ചർ ടൈപ്പ് മെഡിനില്ല പ്ലാന്റ് ആണ്. ഇത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കുലയായി തൂങ്ങിക്കിടക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണിത്. കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അതുപോലെ തന്നെ ഇതിന് കുറച്ച് കെയറിങ്ങും ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്, ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന് പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കേണ്ടത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർത്ത് നമ്മൾ ഈ പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പച്ചച്ചാണകം ഒരിക്കലും ഇടരുത്. അതുപോലെ നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് നമ്മൾ ഈ പോട്ടി മിക്സിൽ തയ്യാറാക്കേണ്ടത്. ഇല്ല എങ്കിൽ പെട്ടെന്ന് ചെടികൾക്ക് ഫംഗൽ ബാധ വരാനും പെട്ടെന്ന് ചെടി നശിച്ചു പോകാനും ഇടയാകും. അതുപോലെ പിന്നെ നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ വാട്ടറിംഗ് ആണ്. ഇതിൽ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് നനയ്ക്കുക. ഇല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നനയ്ക്കുമ്പോൾ നന്നായിട്ട് നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നും അതിന് നന ആവശ്യവുമില്ല. അതുപോലെ തന്നെയാണ് അടുത്ത പ്ലാന്റ് നമ്മൾ കാണിക്കുന്നത് കമേലിയ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ ഒരു ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. അതുപോലെ ഇത് കമേലിയ പ്ലാന്റിന് പോലെ തന്നെ അതിസുന്ദരിയായിട്ടുള്ള അസേലിയ പ്ലാന്റ്. ഇതാണ് നമ്മുടെ ടെക്കോമ വെരിഗേറ്റഡ്. ഇതിന്റെ ലീഫും പൂവും ഒരുപോലെ ഭംഗിയുള്ളതാണ്. ഇത് നല്ലൊരു ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് ആണ്. നന്നായിട്ട് നമുക്ക് ഫ്ലവർ തരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ടെക്കോമ വെരിഗേറ്റഡ്. ഇതിന്റെ ലീഫും കാണാൻ നല്ല ഭംഗിയായി അല്ലേ. അതുപോലെ തന്നെയാണ് അതിന്റെ പൂക്കളും. നന്നായിട്ട് കുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ടെക്കോമ വെരിഗേറ്റഡ്. ഇതാണ് ഹണിസക്കിൾ. ഇതിന്റെ ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോൾ നല്ല മണമാണിത്. ഇത് നമുക്ക് വെളിയിലൊക്കെ പടത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഗന്ധം തരുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതാണ് നമ്മൾ അക്യുമെൻസ് പ്ലാന്റ്. ഇതിന്റെ 5 കളേഴ്സിന്റെ കോംബോയും ഉണ്ട്, 10 കളേഴ്സിന്റെ കോംബോയും ഉണ്ട്. ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് തറയിൽ നമ്മൾ പോട്ടിലാക്കിയിട്ടോ പോട്ടിൽ വെച്ച് നമുക്ക് വളർത്താവുന്നതാണ്. ഹാങ്ങിങ് ബോട്ടിൽ വെച്ച് വളർത്തുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് തൂങ്ങിക്കിടക്കുന്ന നല്ല അടിപൊളിയായിട്ട് ഉള്ള ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണിത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ കോംബോയാണ് നമ്മൾ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യമൊക്കെ ഇതിൻ്റെ കോംബോ ചെയ്തിരുന്നു. അപ്പോൾ 2 പ്ലാന്റിൻ്റെ കോംബോ നമ്മൾ ആദ്യം പറയാം. 2 പ്ലാന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 380 രൂപയാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് 10 പ്ലാന്റ് വേണമെങ്കിൽ 1780 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിലേത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ 10 പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. 10 പ്ലാന്റ് എടുക്കുന്നവർക്കേ ഉള്ളൂ കേട്ടോ. അത് ഫ്രീ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇന്ന പ്ലാന്റ് എന്ന് പറയില്ല, ഏതെങ്കിലും ഒരു പ്ലാന്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ആന്തൂര്യത്തിന്റെ ഏതെങ്കിലും ഒരു കളർ അങ്ങനെയാണ് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് സെന്റ് ജോൺസ് വാട്ട് അല്ലെങ്കിൽ യെല്ലോ മെലസ്റ്റോമ എന്ന് പറയുന്ന പ്ലാന്റ്. ഇതും നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇത് ലെജസ്റ്റോമിയ റെഡ്. അടുത്തതായിട്ട് വരുന്നത് അലമാൻഡയുടെ യെല്ലോ കളർ, അലമാൻഡ യെല്ലോ. അടുത്തതായിട്ട് വരുന്നത് പെൻഡാസിന്റെ 3 കളേഴ്സ് കേട്ടോ. പെൻഡാസ് പ്ലാന്റിന്റെ 3 കളേഴ്സ് ആണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് റൊസിഡോ പ്ലാന്റ് ആണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് മെഡിനില്ലയുടെ മിനിയേച്ചർ ടൈപ്പുള്ള അടിപൊളി വേറൊരു വെറൈറ്റി ആണിത്. ഇതാണ് ഫിറ്റോണിയ പ്ലാന്റ്. ഇത് നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ്.
ഇത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതും ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. 10 പ്ലാന്റിന്റെ ഒരു കോംബോയാണ്. 350 രൂപയാണ് ഈ കോംബോയ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ പ്ലാന്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക. അല്ലെങ്കിൽ ഇതിന്റെ പേര് ഓർത്ത് വെച്ച് അങ്ങനെ ആയാലും മതി കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. ഞങ്ങളത് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ ആണ്. കഴിയുന്നതും DTDC വഴിയാണ് നമ്മൾ അയക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തായിട്ട് വരുന്നത് ഡെയ്സി പ്ലാന്റ് ആണ്. നല്ല പിങ്ക് കളറിലുള്ള നല്ല അടിപൊളി ഡെയ്സി പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.